ഹായ് വ്യൂവേഴ്സ്, റിലീസാവാനിരിക്കുന്ന ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് എന്നൊരു ഗാനം, ഒരു ഫസ്റ്റ് സിംഗിൾ ആദ്യം റിലീസായി. അത് പാടിയത് ഡബ്സി ആയിരുന്നു. ഡബ്സിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മണവാളൻ തെക്ക് പാടിയ ആളാണ് ഡബ്സി. അതിനുശേഷം കിങ് ഓഫ് കൊത്തയിലെ എന്നുള്ള പാട്ട് പാടിയ ആളാണ്. അതിനുശേഷം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പേര് കണ്ട മലയാളം സോങ് എന്ന പേര് പ്രശസ്തി നേടിയ ഇല്ലുമിനാറ്റി എന്ന പാട്ട് പാടിയ ആളുമാണ് ഡബ്സി. ഇതുകൂടാതെ ലൈവ് ഷോസും ഒരുപാട് റാപ്പ് ആൽബംസ് ഒക്കെ ഇറക്കി ഫേമസ് ആയിട്ടുള്ള ഒരു തരംഗം, യുവത്വത്തിനിടയിൽ ഒരു തരംഗമായ ഒരു സിംഗറാണ് ഡബ്സി. സിനിമയുടെ വിജയത്തിന് അവിഭാജ്യമായ ഇല്ലുമിനാറ്റി, കിങ് ഓഫ് കൊത്തയിലെ ഗാനം തുടങ്ങിയവ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളെ വെച്ച് ഈ പാട്ട് പാടിച്ച് മാർക്കോയുടെ ബ്ലഡ് എന്ന ഒരു സിംഗിൾ, ഒരു ഗാനം ഇറക്കി. അത് മിനിഞ്ഞാന്ന് ഇറക്കി, വൺ ഡേ അഗോ ഇറക്കി. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേര്, ഇപ്പം അതിൻ്റെ റീച്ച് 19 ലക്ഷത്തോളം പേര് അത് കണ്ടു. പക്ഷെ അതിനെതിരെ വമ്പിച്ച വിമർശനവും, ആ പാട്ട് തീരെ നന്നായില്ല എന്ന് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് കമന്റ് ബോക്സിൽ ഒരു ക്യാമ്പയിനും നടന്നതിനെ തുടർന്ന് പിന്നെ ഉടനെ തന്നെ ആ പാട്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് KGF പാടിയിട്ടുള്ള സന്തോഷ് വെങ്കി എന്ന മറ്റൊരു ഗായകനെ കൊണ്ട് പാടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ഇറക്കുകയും ചെയ്തു. അതും യൂട്യൂബിൽ വന്നു ഉടനെ തന്നെ, ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാറ്റിയത് വളരെ നല്ല കാര്യമാണ്, നന്നായി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഡബ്സിയെ മാറ്റി എന്ന് പറയുന്നുണ്ട്, ഡബ്സിയെ മാറ്റി നിർത്തിയെന്ന് പറയുന്നുണ്ട്. ഡബ്സിക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ്. അത് കാണണമെങ്കിൽ നമ്മൾ ഡബ്സിൻ്റെ ഏതെങ്കിലും ഒരു ഷോന് പോയാൽ മതി. ഞാൻ ഷോന് പോയിട്ടുള്ള ആളാണ്. കണ്ണൂരിൽ 2 ഷോ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് ഒന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഷോ കാണാൻ പോയപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. എനിക്ക് ഈ കലാകാരനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു വാസ്തവത്തിൽ. മണവാളം തെക്കും കിങ് ഓഫ് കൊത്തയിലെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാടിയ ഇത് ഒരേ ആളാണെന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. അപ്പം അന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് യുവാക്കളും കൊച്ചു കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയുള്ള തരംഗം നേരിട്ട് കണ്ട് കുട്ടികളൊക്കെ ഏറ്റുപാടുകയും ഡാൻസ് ചെയ്യുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതം തോന്നി. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയോ എന്ന് പോലും തോന്നി. കാരണം ചെറുപ്പത്തിൽ ബാബാ സഗാളിൻ്റെയും അപ്പാച്ചിന്റെയും എ ആർ റഹ്മാൻ്റെയും സുരേഷ് പീറ്റേഴ്സിൻ്റെ ഒക്കെ ഗാനങ്ങൾ കേട്ട് ഡാൻസ് ചെയ്തത് അവരിലൂടെ എനിക്ക് കാണാൻ പറ്റി. എനിവേ അത് ഞാൻ നന്നായി എൻജോയ് ചെയ്തു ആ ക്രൗഡിൻ്റെ കൂടെ. ഇറ്റ് വാസ് വെരി ഹാപ്പനിങ് ആൻഡ് ക്രൗഡ് ഇവൻറ്റ്. അതിനുശേഷം വീണ്ടും കണ്ണൂർ നഗരമധ്യത്തിലെ ടൗൺ സ്ക്വയറിൽ ഇതേ ഡബ്സി വന്ന് പാടിയപ്പോൾ ഇതേ വൈബായിരുന്നു. തിങ്ങിക്കൂടിയത് ഒരു 1000 പേരായിരുന്നു. എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് ലൈവ് ഷോസിന് ഇതേ റിസപ്ഷനാണ്. അപ്പോൾ ഇത്രയും ഫാൻസ് ഉള്ള ഒരാളുടെ ഗാനം മാറ്റി എന്ന് പറയുമ്പോൾ അത് ഫാൻസിന് നിരാശപ്പെടുന്ന ഒരു ഫാൻസിന് വിഭാഗം അപ്പുറത്തുണ്ട്, വലിയൊരു വിഭാഗം. അതേസമയം ഈ ഗാനം തീരെ നന്നായില്ല എന്ന് സിൻസിയർ അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. അതുകൊണ്ട് ഇവർ ഗാനം കംപ്ലീറ്റ് ആയി മാറ്റിയതൊന്നുമില്ല. പകരം മറ്റൊരു സിംഗർ, KGF എന്ന സിനിമയിൽ പാടിയ സന്തോഷ് വെങ്കി എന്ന ഗായകനെ കൊണ്ട് അതേ പാട്ട്, അതേ ലിറിക്സ്, അതേ ട്യൂണിൽ പാടിച്ചുകൊണ്ട് വോയിസ് മാത്രം മാറുന്നുള്ളൂ, വീണ്ടും ഇറക്കിയിരിക്കുകയാണ്. ഇത് രണ്ടും യൂട്യൂബിൽ കാണാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഗാനവും കേൾക്കുമ്പോൾ ഡബ്സിൻ്റെ ഗാനത്തിൽ റെക്കോർഡിങ്ങിലോ മിക്സിങ്ങിലോ അതിൻ്റെ സൗണ്ട്, നമ്മൾ ചെറുപ്പത്തിൽ ഈ സോണീൻ്റെ ഡെക്കിലൊക്കെ, എൻ്റെ വീട്ടിൽ ഗൾഫിൽ നിന്നുണ്ടെന്ന ഒരു വലിയ ഡെക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു, മ്യൂസിക് സിസ്റ്റം. കാസറ്റിലിട്ടാണ് കേൾക്കുന്നെങ്കിൽ അതിൻ്റെ ബാസ് ട്രബിളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് വോളിയം, അതിൻ്റെ രസം. ഞാൻ ട്രബിൾ ഹാഫിലും ബാസ് ഹാഫിലും, ചിലപ്പം ബാസ് 75%, ചിലപ്പോൾ ട്രബിൾ ഫുള്ള്, ബാസ് ഏറ്റവും ലോയിലൊക്കെ ഓരോ ഗാനങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ള റെക്കോർഡിങ്ങിലുള്ള സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെയും മ്യൂസിക് ഡയറക്ടറെയും ഫോൾട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഡബ്സി പാടിയിട്ടുള്ള ഇല്ലുമിനാറ്റി പോലുള്ള പാട്ടുകൾ വൻ വിജയമാണ്. അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് കിങ് ഓഫ് കൊത്തയിലെ ഗാനവും അതെ. അപ്പോൾ ഡബ്സിൻ്റെ വോയിസിന് ഇത്തരം പാട്ടുകൾ പാടുന്നതിലും ഡബ്സിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വോയിസ് തന്നെയാണ് ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഡബ്സി പാടിയ ഗാനം ട്രെൻഡിങ്ങിൽ ഇപ്പം നമ്പർ 2 ആണ്. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ, അതായത് ഏറ്റവും ട്രെൻഡിങ് വീഡിയോസ്, ഏറ്റവും ഹോട്ട് വീഡിയോസ് യൂട്യൂബിലുള്ളതിൽ ലിസ്റ്റഡ് ചെയ്യുന്ന നമ്പർ 1, നമ്പർ 2 ട്രെൻഡിങ് വീഡിയോസ്. അതിൽ ഡബ്സി പാടിയ ഗാനം നമ്പർ 2ലാണ് നിൽക്കുന്നത്. അതിപ്പോൾ ഏകദേശം 19 ലക്ഷത്തോളം പേര് കണ്ടു. നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് യൂട്യൂബിൽ മാർക്കോ ബ്ലഡ് ഡബ്സി എന്ന് അടിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും. അതെന്തായാലും 20 ലക്ഷമൊക്കെ കടക്കുന്നുള്ള കാര്യം ഷുവറാണ്. അതിനുശേഷം ഇറക്കിയ സന്തോഷ് വെങ്കി പാടിയ ഗാനവും 10-12 ലക്ഷം കഴിഞ്ഞ് മുന്നേറുകയാണ്. അത് നമ്പർ 1ലാണ് നിൽക്കുന്നത്. അതായത് ഒരേ സിനിമയുടെ ഒരു ട്രെയിലറോ ഗാനമോ ഇറക്കുമ്പോൾ പൊതുവെ ആ ട്രെയിലറോ ഗാനമോ നമ്പർ 1ൽ വരിക അല്ലെങ്കിൽ നമ്പർ 2ൽ വരിക തന്നെ വലിയ കാര്യമാണ്. മലൈക്കോട്ടെ വാലിബൻ അതുപോലെ പല ഗാനവും ട്രെയിലറും ഇറക്കിയ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ സംഭവിക്കുന്ന നമ്പർ 1ലും നമ്പർ 2ലും ഒരേ സിനിമയുടെ പ്രൊമോഷനാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പക്ക ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ്, ഒരു മാർക്കറ്റിംഗ് തന്ത്രം. ഹൈപ്പ് കൂട്ടാനും സിനിമയിലേക്ക് ആകർഷിക്കാനും എന്നെ പോലുള്ളവരെ ഇതിനെക്കുറിച്ച് സംസാരിപ്പിക്കാനും നിങ്ങളെപ്പോലുള്ളവരെ ഇതിനെക്കുറിച്ച് കേൾപ്പിക്കാനും മാർക്കോ എന്ന ആ ഒരു സാധനം പരസ്യപ്പെടുത്താനും വേണ്ടി മാത്രം ചെയ്തൊരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. ഡബ്സിയും കൂടിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി തന്നെ ആയിരിക്കണം.
അല്ലാതെ ഈ ഒരു പാട്ട് ഒരു ദിവസം ഡബ്സിൻ്റെ ഗാനം യൂട്യൂബിൽ വരുന്നു, അത് കുറേ പേര് കേട്ട് കമൻറ്റ് പറയുന്നു, ഉടനെ തന്നെ ഒരു ദിവസം കൊണ്ട് KGF പോലെ ഒരു പടത്തിൽ പാടിയ ഒരു വലിയ ഗായകനെ കൊണ്ട് പാടിച്ച് റെക്കോർഡ് ചെയ്യിച്ച് യൂട്യൂബിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. ഇത് നമ്പർ 1 നമ്പർ 2 സ്ഥാനത്ത് ഒരേ ഗാനം നിലനിർത്താനുള്ള മാർക്കറ്റിംഗ്, ഒരേ ഗാനം എത്തിക്കാനുള്ള, ഇതിപ്പോൾ 30 ലക്ഷത്തോളം പേരായല്ലോ രണ്ടും കൂടി കൂട്ടുമ്പോൾ, അതിന് 50 ലക്ഷത്തിലേക്ക് എത്തും. അപ്പോൾ അതൊരു ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി മാത്രം കാണാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. 2 പാട്ടും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യത്തെ പാട്ട് മനഃപൂർവ്വം അങ്ങനെ ഒരു സംഗതിയാക്കി ചെയ്തതാണ് എന്നാണ് തോന്നുന്നത്. എന്നിട്ട് അതേ ഗാനം രണ്ടാമത് അത് ഡബ്സിങ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം എന്നാണ് കരുതാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഗാനം എക്സ്ട്രീം വയലൻസ് കൊണ്ട് യൂട്യൂബ് അതിൻ്റെ ട്രെയിലറോ എന്തോ റിമൂവ് ചെയ്തു എന്നുള്ള അങ്ങനെയും ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ആദ്യമേ തന്നെ കില്ലിൻ്റെ ഒക്കെ വിജയത്തെ തുടർന്ന് ആദ്യമേ തന്നെ വയലൻസ് എക്സ്ട്രീം വയലൻസ് മലയാളത്തിലോ ഇതുപോലത്തെ ഒരു വയലൻസ് പടമില്ല എന്ന് പറഞ്ഞാണ് ഇറക്കുന്നത് തന്നെ. എനിവേ അത് ആസ്വദിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ സിനിമയിലുള്ള വയലൻസിന് അമിതമായ വയലൻസ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്നൊരു ചോദ്യം കൂടി കിടക്കുന്നുണ്ട്. അത് ഏത് സിനിമയിലും ഏത് നടൻ്റെ ആയാലും. പക്ഷേ സിനിമയിൽ വയലൻസ് ആദ്യകാലം തൊട്ടുള്ളതാണ്. എങ്കിലും വയലൻസ് മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറക്കുക എന്ന് പറയുന്നത് അത്ര സൊസൈറ്റിക്ക് അത്ര അഭിമാമികമാണോ അല്ലയോ എന്നുള്ള ചർച്ചയും നടത്താവുന്നതാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വയലൻസ് ഏറ്റവും വളരെ കൂടുതലാണ് എന്നൊരു കാരണം കൊണ്ട് യൂട്യൂബ് ഒരു ട്രെയിലർ റിമൂവ് ചെയ്തു. അതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കാരണം യൂട്യൂബിൽ എന്തെല്ലാം വീഡിയോസ് ഉണ്ട്, എന്നിട്ടും ഒരു വീഡിയോ റിമൂവ് ചെയ്യണമെങ്കിൽ അതിലുള്ള വയലൻസ് എത്രമാത്രമായിരിക്കാം. ഇനി അതും ഇതുപോലെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ എന്നറിയില്ല. എന്തായാലും സെൻസർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമിതമായ വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമ വരികയുള്ളൂ. സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും, കില്ലടക്കമുള്ള പല സിനിമകളിലും, ധനുഷിൻ്റെ സിനിമയിലും, പിന്നെ ഈ പറയുന്ന ആക്ഷൻ സിനിമകളെല്ലാം തന്നെ, കിങ് ഓഫ് കൊത്ത ആയാലും ഏതായാലും പണിയായാലും ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ തന്നെ വയലൻസിൻ്റെ രംഗങ്ങളുടെ ചിത്രീകരണം കൂടുതൽ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കിടക്കുന്നുണ്ട്. എന്തായാലും ഈ ഡാബ്സി ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിവയ്ക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും അഭിപ്രായം പറയുകയാണ്. പക്ഷേ ഡാബ്സി എന്തായാലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റാപ്പ് സിംഗറാണ്. ലൈവ് ഷോസിൽ അദ്ദേഹം ശരിക്കും പാടാതെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പാടുന്നു എന്നുള്ളൊരു വിമർശനവും കേൾക്കുന്നുണ്ട്. പക്ഷേ ലൈവ് ഷോ നമ്മൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഉണ്ടായില്ല. കാരണം നമ്മൾ ഒരുപാട് ദൂരത്തായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ നിരാശയുളവാക്കുന്ന കാര്യമാണ്. അവർ പാടുകയല്ല, ബാക്കിൽ കാസറ്റ് പ്ലേ ചെയ്യുകയാണ്, അവർ വെറുതെ അഭിനയിക്കുകയാണ് എന്നത് ഒരുതരം ചീറ്റിംഗ് ആണ്. അത് പിന്നീട് ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷേ ഡാബ്സിൻ്റെ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ റാപ്പ് പോലുള്ള പാട്ടുകൾ പാടാൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷേ ലൈവ് ഷോസ് കാണുമ്പോൾ കിട്ടിയ വൈബ് ഒന്നൊന്നര വൈബായിരുന്നു. ഞാൻ എ റഹ്മാൻ്റെ ഷോ ലൈവ് ഷാർജയിൽ വെച്ച് കണ്ടതാണ്. സാക്കിർ ഹുസൈൻ്റെ തബല ഷോ മദ്രാസിൽ വെച്ച് കണ്ടാണ്. അങ്ങനെ ഒരുപാട് ഷോസ് കണ്ടാണ്. പക്ഷേ വളരെ എൻജോയ് ചെയ്ത് നാട്ടിൽ നിന്ന് കണ്ണൂരിൽ കണ്ടൊരു ഷോ തന്നെയായിരുന്നു ഡാബ്സിൻ്റെ ഷോ. പിന്നെ ഡാബ്സിൻ്റെ മണവാളം തെക്ക് കൊത്തയിലെ ഗാനം, ഇല്ലുമിനാറ്റി എന്ന ഗാനവും സിനിമയിൽ ലാസ്റ്റായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ടൈറ്റിൽ സോങ് ആയിട്ടാണ് അത് കാണിക്കുന്നത്. സിനിമയിൽ അതില്ല. മറ്റേ സോങ്ങുകൾ പോലെ ബർത്ത്ഡേ സോങ് പോലെയോ പിന്നെ ബാർ സോങ് പോലെയോ അല്ല. ഇല്ലുമിനാറ്റി ഏറ്റവും ഫൈനലായിട്ട് വരുന്നെങ്കിലും ഇല്ലുമിനാറ്റി ആയിരുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞതുപോലെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ചെയ്യും. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇതൊരു പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ ഗാനങ്ങൾ കേട്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറൊന്നും പറയാനില്ല. താങ്ക് യു.